ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ജി പി എസിൻ്റെ ലാസ്റ്റ് പോർഷൻ, ദാറ്റ് ഇസ് ഡി ജി പി എസ്. ഡി ജി പി എസ് എന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ ജി പി എസ് എന്നാണ്. ഓക്കെ, ഇത് സാധാരണ എപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എന്താണ് ഡിഫറൻഷ്യൽ ജി പി എസ് എന്നും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നുള്ളതും എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള സ്റ്റാറ്റിക്കിലും കൈനമാറ്റിക്കിലും എല്ലാം പറഞ്ഞ സെയിം പ്രൊസീജിയർ തന്നെയാണ്, ഒന്നും വ്യത്യാസമില്ല. പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ ചോദിക്കാറുണ്ട് ഡിഫറൻഷ്യൽ ജി പി എസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. നമുക്ക് ആദ്യം എന്താണ് അതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മളുടെ ഡി ജി പി എസ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിൽ ഉണ്ടാവേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇത്. ഇറ്റ് ഈസ് ആൻ എൻഹാൻസ്മെൻറ്റ് ടു ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഈ ഒരു വേർഡ് എൻഹാൻസ്മെൻറ്റ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഡി ജി പി എസ് എഴുതാൻ. എൻഹാൻസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എൻഹാൻസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ഒരു ജി പി എസിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലേ? എൻഹാൻസ്മെൻറ്റ് വെച്ചാൽ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ കൂടുന്നതാണ് എൻഹാൻസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡി ജി പി എസ് എന്ന് പറയുന്നത് ജി പി എസിൻ്റെ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഇതാണ് ഡിഫറൻഷ്യൽ ജി പി എസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള പൊസിഷൻ നമുക്ക് കിട്ടും. ടു ഇംപ്രൂവ് പൊസിഷണൽ ആക്യുറസി ആൻഡ് ഇൻറ്റഗ്രിറ്റി, അതാണ് ഈ ഡി ജി പി എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിലും സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ ഇതിൻ്റെ മുമ്പേ പറഞ്ഞ സ്റ്റാറ്റിക്കിലും കൈനമാറ്റിക്കിലും ഒക്കെ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെയാണ് ഇതിലും. പക്ഷേ ജി പി എസിൽ നിന്ന് കുറച്ചും കൂടി ഇന്ന് ക്വാളിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് ആക്യുറസി ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ഡിഫറൻഷ്യൽ ജി പി എസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ്? സെയിം നമുക്ക് എന്തുണ്ട്? റെഫറൻസ് റിസീവറും ഉണ്ട്, റോവർ റിസീവറും ഉണ്ട്. ഇതിലും 2 റിസീവർ ഉണ്ട്. പിന്നെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഓക്കെ, ഇതിൻ്റെ പ്രൊസീജിയർ പറയാം. ഇതിന് മെയിൻ ചോദിക്കുന്നത് ഹൗ ഡസ് ഡി ജി പി എസ് വർക്ക്സ് എന്നാണ്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രൊസീജിയർ പറയുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. നമ്മൾ എന്താണ് ഇതിൻ്റെ മുമ്പേ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് 2 റിസീവർ ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് റെഫറൻസ് റിസീവറും ഒന്നും റോവർ റിസീവറും. 2 റിസീവർ ഉണ്ട് അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ്, നമുക്ക് അറിയാവുന്ന പൊസിഷൻ അറിയാവുന്ന ഒരു പോയിന്റിൽ നമ്മൾ എന്ത് വെക്കും? റെഫറൻസ് റിസീവർ വെക്കും അല്ലേ? നമുക്ക് നോൺ പൊസിഷൻ അവിടെയാണ് നമ്മൾ എന്ത് വെക്കുക? റെഫറൻസ് റിസീവർ വെക്കുക. നമുക്ക് അറിയേണ്ട പൊസിഷനിലാണ് നമ്മൾ എന്ത് കൊണ്ടുപോകുന്നത്? റോവർ റിസീവർ കൊണ്ടുപോകുന്നത് അല്ലേ? നോൺ പൊസിഷനിൽ നമ്മളൊരു റെഫറൻസ് റിസീവർ വെക്കും, അറിയേണ്ട പൊസിഷനിലോട്ടാണ് നമ്മൾ റോവർ കൊണ്ടുപോകുക അല്ലേ? നമ്മളുടെ ഇതിൻ്റെ പ്രൊസീജിയർ എന്തായിരുന്നു? റെഫറൻസ് റിസീവർ ഒരു സ്ഥലത്ത് വെക്കുന്നു, മുകളിൽ സാറ്റലൈറ്റ്സ് ഉണ്ടാവും. ഈ സാറ്റലൈറ്റ്സിൻ്റെ സിഗ്നൽ എന്ത് റിസീവ് ചെയ്യുന്നു? റെഫറൻസ് റിസീവർ റിസീവ് ചെയ്യുന്നു. ഓൾറെഡി നമുക്ക് പൊസിഷൻ അറിയാം, ആ പൊസിഷനും പിന്നെ നമ്മൾക്ക് സിഗ്നൽ വഴി കിട്ടുന്ന പൊസിഷനും കൂടി നമ്മൾ നോക്കും. രണ്ടിൻ്റെയും ഡിഫറൻസ് നമുക്ക് അറിയണം. രണ്ടിൻ്റെയും ഡിഫറൻസ് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ കുറച്ച് എറേഴ്സ് സംഭവിച്ചിട്ടുണ്ട് എന്നറിയാം അല്ലേ? ആ എറേഴ്സ് നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ റോവറിലേക്ക് കൊടുത്തിട്ട് ആ എറേഴ്സും കൂടി കമ്പ്യൂട്ട് ചെയ്തിട്ടാണ് റോവറിൽ ഓരോ പോയിൻറ്റിൻ്റെയും പൊസിഷൻ, ആക്യുറേറ്റ് ആയിട്ടുള്ള പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതായിരുന്നല്ലോ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് സ്റ്റാറ്റിക്കിലും കൈനമാറ്റിക്കിലും ഒക്കെ പറഞ്ഞ പ്രൊസീജിയർ അല്ലേ? ഇവിടെ കുറച്ചും കൂടി ആക്യുറസി ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റേഡിയോ വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എറേഴ്സിനെ, റെഫറൻസ് റിസീവറിലുള്ള എറേഴ്സിനെ റോവറിലേക്ക് നമ്മൾ കൊണ്ടുവന്നത് അല്ലേ? റേഡിയോ വേവ്സ് വെച്ചിട്ടാണ്. ഈ റേഡിയോ വേവ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ആക്യുറസി മീൻസ് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ എറേഴ്സിനെ റോവർ റിസീവറിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ റേഡിയോ വേവ്സ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ ലിങ്ക് വഴിയാണ് നമ്മൾ റെഫറൻസ് റിസീവറിലുള്ള ആ എറേഴ്സിനെല്ലാം നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ റോവറിലേക്ക് എത്തിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഫുൾ പ്രൊസീജിയർ ഇവിടെ പറയുന്നത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. നിങ്ങളിത് വായിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ആദ്യം എന്താണുള്ളത്? ഒരു റിസീവർ ഉണ്ടാവും, ഒരു റോവർ ഉണ്ടാവും, സാറ്റലൈറ്റ് എന്ന്. ഇതിൽ മെയിൻ മറക്കാതെ എഴുതേണ്ട ഒരു കാര്യം എന്താണ്? റോവർ റിസീവറും റെഫറൻസ് റിസീവറും 2 റിസീവറിലും സെയിം സെറ്റ് ഓഫ് സാറ്റലൈറ്റ് സിഗ്നൽസ് ആണ് വരേണ്ടത്. ഇപ്പം 4 സാറ്റലൈറ്റ് ആണ് ഉള്ളതെങ്കിൽ അതേ സിഗ്നലാണ് നമ്മൾ റെഫറൻസിലും റോവറിലും വരേണ്ടത്. സാറ്റലൈറ്റ്സ് മാറിപ്പോവരുത് അല്ലേ? സെയിം സെറ്റ് ഓഫ് സിഗ്നൽസ് റിസീവ് ചെയ്യണം എന്നുള്ളത് മസ്റ്റായിട്ടും മെൻഷൻ ചെയ്യണം. ഓക്കെ, ഈ ഫിഗർ നോക്കിക്കേ. ഇവിടെ നമ്മളൊരു റെഫറൻസ് റിസീവർ വെച്ചു. റെഫറൻസ് റിസീവർ നമുക്ക് നോൺ പൊസിഷനാണ്, നമുക്ക് അറിയാവുന്ന ഒരു പൊസിഷനിൽ, നോൺ പൊസിഷനിൽ നമ്മൾ റെഫറൻസ് റിസീവർ വെച്ചു. ഇവരുടെ കയ്യിലാണ് റോവർ ഉള്ളത്
ഇവർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ അവർ ഫസ്റ്റ് പോയിന്റിൽ നിൽക്കുന്നു, എ പോയിന്റിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എ പോയിന്റിൻ്റെ സിഗ്നൽ പൊസിഷൻ അറിയാൻ പറ്റി. ഇനി അവർ ബി പോയിന്റിൽ പോവുകയാണെങ്കിൽ ബി പോയിന്റിൻ്റെ പൊസിഷൻ അറിയാൻ പറ്റി. അങ്ങനെയാണ് പോകുന്നത്. ഇവിടെ നോക്കിക്കേ, 4 സാറ്റലൈറ്റ് ആണുള്ളത്. റെഫറൻസിലേക്കും റോവറിലേക്കും അതേ സാറ്റലൈറ്റിൽ നിന്നാണ് സിഗ്നൽസ് പോകുന്നത്. ഓക്കെ, എന്നിട്ട് അവിടെ ഒരു കറക്ഷൻ എന്താണ്, റെഫറൻസിൽ നിന്ന് ഓൾറെഡി നമുക്ക് പൊസിഷൻ അറിയാം. സാറ്റലൈറ്റ് സിഗ്നൽസ് വെച്ചിട്ട് വേറെ ഒരു പൊസിഷൻ കൂടി നമുക്ക് അറിയാൻ പറ്റും. ആ 2 പൊസിഷൻ്റെ ഡിഫറൻസ് നോക്കും. അവിടെ എറേഴ്സ് ഉണ്ട് മനസ്സിലാവും. ആ എറേഴ്സിനെ നമ്മൾ എവിടേക്ക് ഇതാക്കും, റോവറിലേക്ക് പറഞ്ഞേക്കും. അവിടെ ഒരു കറക്ഷൻ എന്താണ് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. കറക്ഷൻ അപ്ലൈ ചെയ്തിട്ട് ആ കറക്ഷൻ കൂടിയാണ്, അതെല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് എവിടേക്ക് പോകുന്നത്, റോവറിൻ്റെ ഒറിജിനൽ പൊസിഷൻ, ഓരോ പോയിന്റിൻ്റെയും ഒറിജിനൽ പൊസിഷൻ റോവർ വഴി നമ്മൾ അറിയുന്നത് അല്ലേ. ഇതാണ് അതിൻ്റെ എക്സാക്ട് പ്രൊസീജിയർ എന്ന് പറയുന്നത്. വേറൊരു ഫിഗറാണ്. ഇവിടെ എന്താണ്, 2 പോയിന്റ്സ് ഉണ്ട്. ഒരു പോയിന്റ് എന്താണ്, നോൺ കോർഡിനേറ്റ് ആണ്. ഒന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് ആണ് അല്ലേ. ഇവിടെ നമ്മൾ റെഫറൻസ് റിസീവറും ഇവിടെ റോവർ വയ്ക്കും. എന്നിട്ട് അതേ സാറ്റലൈറ്റിൽ നിന്ന് സെയിം സിഗ്നൽസ് വരും. എന്നിട്ട് നമ്മൾ ഓരോന്നിൻ്റെ പൊസിഷൻ അറിയും. നമ്മൾ എക്സാമിന് ചോദിക്കുമ്പോൾ DGPS എന്താണെന്ന് എഴുതണം. ആ എൻഹാൻസ്മെൻറ്റ് ആ പോയിന്റ് എഴുതണം. പിന്നെ കുറച്ച് പോയിന്റ്സും കൂടി എഴുതിയിട്ട് DGPS എന്താണെന്ന് കറക്റ്റായിട്ട് പറയുക. ഹൗ ഡസ് ഇറ്റ് വർക്ക്സ്, അത് ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. നിങ്ങൾ എന്തായാലും എക്സാമിന് ചോദിക്കും DGPS എന്താണെന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഉള്ളത് ചോദിക്കും. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് എഴുതുക. ഫിഗർ മസ്റ്റായിട്ട് വരയ്ക്കുക. ഓക്കെ, ഇനി റിയൽ ടൈം DGPS, ഇതും കൂടി നിങ്ങൾ DGPSൻ്റെ അകത്ത് എഴുതുക. റിയൽ ടൈം GPS എന്താണെന്ന് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞു. റിയൽ ടൈം എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഈ ഒരു ഫിഗർ പറയുന്നത് ഷിപ്പിൻ്റെ കേസിലാണ്. പക്ഷേ റിയൽ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇതിന് തൊട്ട് മുമ്പേ ഉള്ള കൈനമാറ്റിക്സിൻ്റെ അകത്തുള്ള 3 മെത്തേഡിലും ഞാൻ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫീൽഡിൽ നിന്ന് ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മൾ ഓഫീസിൽ പോയി കമ്പ്യൂട്ടറിൻ്റെ അകത്ത് പ്രോസസ്സിങ് എല്ലാം ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു. പക്ഷേ റിയൽ ടൈമിൻ്റെ അകത്ത് എന്താണ്, നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ഒബ്സർവേഷനും ചെയ്യാം, പ്രോസസ്സിങ് ചെയ്ത് നമുക്ക് അപ്പം തന്നെ നമുക്ക് അതിൻ്റെ പൊസിഷൻ മനസ്സിലാക്കും അല്ലെ. ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ നമ്മൾ നോക്കുന്നു, ഇൻഫോർമേഷൻ കിട്ടുന്നു, നമ്മുടെ പൊസിഷൻ അറിയുന്നു. എല്ലാം സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ് റിയൽ ടൈം DGPS എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മളെങ്ങനെ സർവേ ചെയ്യുന്നതെന്നുള്ള പ്രൊസീജിയറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഒരു റെഫറൻസ് നമ്മളിവിടെ വെച്ചു. ദാറ്റ് ഈസ് നോൺ കോർഡിനേറ്റ്, നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റിൽ നമ്മൾ റെഫറൻസ് റിസീവർ വെച്ചു. എന്നിട്ട് എന്താണ്, ഇവിടെ ഒരാളുടെ സഹായം മാത്രം മതി. ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഈ സർവേ ചെയ്യാം അല്ലേ. ഇയാൾ എന്ത് ചെയ്തു, ഇയാളുടെ കയ്യിൽ റോവർ റിസീവർ ഉണ്ട്. ഇയാൾ ഫസ്റ്റ് പോയിന്റിൽ നിൽക്കുന്നു, പൊസിഷൻ അറിയുന്നു. പിന്നെ സെക്കൻഡ് പോയിന്റിൽ നിൽക്കുന്നു, പൊസിഷൻ അറിയുന്നു. അങ്ങനെ ഓരോ പോയിന്റിലും നമ്മൾ പൊസിഷൻ അറിയാം. അപ്പോൾ ഒറ്റൊരാളുണ്ടെങ്കിൽ നമുക്ക് ഈ സർവേ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും? അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് ആർ പ്ലോട്ടഡ് ഇൻ റിയൽ ടൈം. നമുക്ക് അപ്പം തന്നെ ചെയ്ത് നമുക്ക് പൊസിഷൻ അറിയാൻ പറ്റും അല്ലേ. നോ പോസ്റ്റ് പ്രോസസ്സിങ് റിക്വയർഡ്. എന്താ പോസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു റിയൽ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പം തന്നെ നമുക്ക് ഒബ്സർവേഷൻ റീഡിങ്സ് എടുക്കുന്നു, നമ്മളുടെ പൊസിഷൻ മനസ്സിലാക്കുന്നു. അല്ലാതെ നമ്മൾ ഓഫീസിൽ പോയി പ്രോസസ്സിങ് എല്ലാം ചെയ്ത് നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ല അല്ലേ. സോ നോ പോസ്റ്റ് പ്രോസസ്സിംഗ് ഇസ് റിക്വയർഡ്. പിന്നെന്താ പറഞ്ഞത്, 1% സിസ്റ്റം ആണ്. എന്ന് വെച്ചാൽ എന്താ, 1% എന്ന് വെച്ചാൽ എന്താ, ഒറ്റ ആൾ മതി അല്ലേ ഈ സർവേ ചെയ്യാൻ. ഒരാളുടെ കയ്യിൽ റോവർ ഉണ്ടായാൽ അയാൾ ഓരോ പോയിന്റിലേക്ക് മാറി മാറി പൊസിഷൻ എടുക്കുകയാണ്. ഒരുപാട് ആൾക്കാരുടെ സഹായം നമുക്ക് ഇതിന് ആവശ്യമില്ല. പിന്നെന്താ പറയുന്നത്, സെവറൽ റോവേഴ്സ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് 1 റെഫറൻസ് സ്റ്റേഷൻ. അത് ഇതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു റെഫറൻസ് സ്റ്റേഷൻ ഉണ്ടായാൽ മതി. ഒരുപാട് റോവേഴ്സ്, വേറെ ആൾക്കാരുടെ കയ്യിൽ റോവേഴ്സ് വെച്ചിട്ട് നമുക്ക് പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് റോവേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒറ്റ റെഫറൻസ് സ്റ്റേഷൻ മതി. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് എന്താണ്? ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റേഡിയോ മോഡം റിക്വയർഡ്. ദാറ്റ് ഈസ്, ഞാൻ പറഞ്ഞു റേഡിയോ വേവ്സ് വേണം ഇതിൻ്റെ ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ആ റേഡിയോ വേവ്സ് ഇൻട്രപ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടുന്നത് ബ്രേക്ക് ആവും. ഓക്കെ, മെയിനായിട്ട് ആ റേഡിയോ വേവ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഫോർമേഷൻസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് GPS പറ്റിയിട്ട് പഠിക്കാനുള്ളത്. സോ എല്ലാം നന്നായിട്ട് പഠിക്കണം. GPS ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി പഠിക്കാനുള്ളത് GISലോട്ട് വരാം. ഓക്കെ, GPS അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത്രയാണ് നിങ്ങൾക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.